Hi guys, welcome back to my YouTube channel. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടൻസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. It is the importance of the judiciary that allows the court to play a central role in ensuring that there is no misuse powers of them by legislative and the executive. It also plays a crucial role in protecting the fundamental rights of citizens, because anyone can approach the court if they believe that their rights have been violated. See, നോക്കിയാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ദാറ്റ് അലോസ് കോർട്ട് ടു പ്ലേ എ സെൻട്രൽ റോൾ. നമുക്ക് കോടതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൻട്രൽ റോൾ തന്നെയാണ് അല്ലേ. എന്തെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അത് കോടതിയിലാണ് നമ്മൾ ആദ്യം പോലീസിനെ സമീപിക്കുന്നത്. നിയമപരമായിട്ടാണ് നമ്മളതിനെ സമീപിക്കുന്നത് അല്ലേ. കോടതിയാണ് അതിന് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ തീർപ്പ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്തുണ്ട്, കോടതിയിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസം നമുക്കുണ്ടല്ലേ. സോ കോടതി ഒരിക്കലും ഒരു പവറിന് ഒരു പവർ അവരൊന്നും ഒരിക്കലും മിസ്യൂസ് ചെയ്യുന്നില്ല. അതിന് ലെജിസ്ലേറ്റീവ് പരമായിട്ടായാലും എക്സിക്യൂട്ടീവ് പരമായിട്ടും അതിനൊന്നും ആർക്കും തന്നെ അവർക്കൊന്നും ഒരു റോള് ഇല്ല. ഓക്കെ, നമുക്കൊരു സിറ്റിസണായിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് നീതിന്യായം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ സമീപിക്കാനുള്ള അധികാരമുണ്ട്? കോടതിയിൽ സമീപിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻ കേസ് നമുക്ക് കോടതിയിൽ നമുക്ക് ന്യായം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പോലും നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിലോട്ട് എന്നുവെച്ചാൽ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടിലോട്ട് പോകാനുള്ള അവകാശവും ആർക്കുണ്ട്? ആസ് എ ഹ്യൂമൻ ബീങ് എന്ന രീതിയിലായാലും ഒരു സിറ്റിസൺ എന്ന നിലയിലും നമുക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കി. ഒരു ചെറിയൊരു സിറ്റുവേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇമാജിൻ എ സിറ്റുവേഷൻ വിത്ത് എ പവർഫുൾ പൊളിറ്റീഷ്യൻ ഹാസ് എൻട്രോച്ച്ഡ് ദ ലാൻഡ് ബിലോങ് ടു എ ഫാമിലി. ഒരു പൊളിറ്റീഷ്യൻ ഒരു ഭൂമി കൈയടക്കിപ്പെട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനെതിരെ ഒരു ഫാമിലി മെമ്പേഴ്സ് അവർ കോടതിയിൽ പോവുകയാണ്. വിത്തിൻ ദിസ് ജുഡീഷ്യൽ സിസ്റ്റം ദ പൊളിറ്റീഷ്യൻ ഹാസ് പവർ ടു അപ്പോയിൻറ്റ് ദ ഡിസ്മിസ് എ ജഡ്ജ് ഫ്രം ഹിസ് ഓഫീസ്. സോ ആ ഒരു പൊളിറ്റീഷ്യൻ വലിയൊരു പൊളിറ്റീഷ്യൻ പവറുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്താണ് ആ ഒരു ജഡ്ജിനെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശങ്ങളെല്ലാം തന്നെ എന്തുണ്ട്? ആ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സൺ ഉണ്ട്. വെൻ യു ടേക്ക് കേസ് ടു കോർട്ട് ജഡ്ജ് ക്ലിയർലി പാർട്ടീഷൻ ടു ദ പൊളിറ്റീഷ്യൻസ്. പക്ഷേ ആ വ്യക്തിക്ക് ആ ജഡ്ജിനെ മാത്രമേ എന്ത് ചെയ്യാനുള്ള അവകാശമുള്ളൂ, ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ഭൂമി കൈയടക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പൊളിറ്റീഷ്യൻ കൈയടക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു കേസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എന്താണ്? നീതിന്യായ വ്യവസായം ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത്? തീർച്ചയായും നമ്മുടെ കൂടെ തന്നെ ആയിരിക്കും. അതിനൊരു പശ്ചാഭേദം ആര് കാണിക്കില്ല? കോടതി കാണിക്കില്ല. കോടതിയിൽ കോടതിയിലൊരു IPS ഓഫീസർ ആയിക്കോട്ടെ, ഒരു പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, നീതി തന്നെ ആയിരിക്കും, ന്യായം തന്നെയാണ്. ഒരു റിച്ച് പീപ്പിളാണ് അല്ലെങ്കിൽ ഒരു പുവർ പേഴ്സൺ ആണെന്നുള്ള രീതിയിലൊന്നും നിയമത്തിന് ഒരു അടിസ്ഥാനമില്ല. നീതി എല്ലാവർക്കും സെയിം തന്നെയാണ്. The control that the politician hold over the judge does not allow for the judge to take an independent decision. This lack of independence could force the judge to make all judgment in favor of the politicians. പക്ഷേ പൊളിറ്റീഷ്യൻസിൻ്റെ പരമായിട്ട് ഒരുപാട് കൺട്രോൾ നമുക്ക് അറിയാം. നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇതുപോലെ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഒരുപാട് കാണുന്നു, കേൾക്കുന്നതൊക്കെ തന്നെയാണല്ലേ. പൊളിറ്റീഷ്യൻസ് ഒരുപാട് രീതിയിൽ ഫോഴ്സ് ചെയ്യുന്ന ആ ഒരു ജഡ്ജ്മെൻറ്റിനെതിരെ ഇല്ലേ, അല്ലെങ്കിൽ ആ ജഡ്ജിനെ സ്വാധീനിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓൾദോ വി ഓഫൺ ഹിയർ പക്ഷേ എപ്പോഴും ഒന്നുപോലെ ഇരിക്കണമെന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് നീതി കിട്ടിയെന്ന് വരാം, ചില സമയം നമുക്ക് നീതി കിട്ടിയില്ല എന്നും വരാം. Although we often hear to rich and powerful people in India trying to influence the judicial process in Indian constitution protest against this kind of situation by providing the independence of the judiciary. സോ ഇങ്ങനെ പല രീതിയിലുള്ള പല പേഴ്സൺസ്, പല അധികാരികൾക്ക് നമ്മുടെ എന്താ പറയുക ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ആയിട്ട് നിലനിൽക്കുന്നത്. നെക്സ്റ്റ്, വൺ ആസ്പെക്ട്സ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഇസ് എ സെപ്പറേഷൻ ഓഫ് ദ പവേഴ്സ്. നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് ദ പവേഴ്സ് ഇൻഡിപെൻഡൻസിനുണ്ട്. What this means here to that order of other branches of government, the legislative and executive cannot interfere the work of the judiciary. ലെജിസ്ലേറ്റീവ് പരമായിട്ടായാലും എക്സിക്യൂട്ടീവ് പരമായിട്ടായാലും ജുഡീഷ്യറിക്ക് അവരുടെ കൈയടക്കാനായിട്ടുള്ള അധികാരവും അവകാശമോ ഇല്ല. ആർക്കില്ല? ലെജിസ്ലേറ്റീവ് പവറിനില്ല, എക്സിക്യൂട്ടീവ് പവറിനും ഇല്ല. ജുഡീഷ്യറി തന്നെയാണ്. ജുഡീഷ്യറി കോർട്ട് ഈസ് എ ജുഡീഷ്യറി കോർട്ട് തന്നെയാണ്. പക്ഷേ അത് ആർ നോട്ട് അണ്ടർ ദ ഗവൺമെൻറ് ആൻഡ് ഡു നോട്ട് ആക്ട് ദെയർ ഓൺ ദ ബിഹാഫ്സ്. പക്ഷേ അത് ഗവൺമെൻറ് അണ്ടറിലാണെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അതിനെ അങ്ങനെ രീതിയിൽ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ രീതിയിൽ കാണുന്നതും ഇല്ല. For the above separation of the work, it will also crucial that all judgment of the High Court has been Supreme Court are appointed with the very little interference from these other branches of the government. Once upon this office, it is also very difficult to remove a judge. ഒരു ഹൈക്കോർട്ടിലായിട്ടും ഒരു സുപ്രീം കോടതിയിലും ഒരു ജഡ്ജിനെ സ്ഥാപിക്കുന്നത് ഒരു ഗവൺമെൻറ് തന്നെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫേസ് തന്നെ കൂടെ തന്നെയാണ്. പക്ഷേ അവർക്ക് ആ അതേ സെയിം സിറ്റുവേഷനിൽ തന്നെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്, അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട്. ഒരു
ഒരു ഓഫീസേഴ്സിൽ നിന്നായെന്ന് ആയിക്കോട്ടെ ഒരു ജഡ്ജ്മെൻറ്റ് കറക്റ്റ് അല്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കറക്റ്റ് അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെൻറ്റിന് ഉണ്ട്. So thanks for watching my video. Please like, share and subscribe my channel. You get more videos.